പെറ്റ്സോമിൽ നമ്മൾ ഒരുപാട് ചെടികൾ ഏതാണ്ട് 10-200 വെറൈറ്റി ചെടികൾ പെറ്റ്സോമിലുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് നമ്മൾ 2 മാസം മുന്നേ നമ്മൾ ഒരു ശംഖുപുഷ്പത്തിൻ്റെ 4 തൈ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വെച്ചു. ഈ ഏരിയ 4 ഏരിയയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. വെച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു പ്ലാന്റിലാണ് ഏറ്റവും കൂടുതൽ പൂവുകൾ പിടിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള പ്ലാന്റുകൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഒരു 10-20ഓളം മുട്ടും പൂ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ എനിക്ക് പണ്ട് ഒരു ആഗ്രഹമായിരുന്നു ഇത് പിടിച്ച് നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ ബ്ലൂ ടീ കിട്ടും. അപ്പോൾ നമ്മളത് ചോദിക്കുമ്പോഴാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂട്ടുണ്ടാക്കുന്നത് ഇയാണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കത് ഒന്ന് ഉണ്ടാക്കണം വീട്ടിൽ. അപ്പോൾ ഭയങ്കര ഹാപ്പിനെസ്. നമുക്ക് വീട്ടിൽ തന്നെ വെക്കുന്നത്, ഞാൻ തന്നെ വെച്ച ചെടിയിൽ പൂ പിടിക്കാന്ന് പറഞ്ഞാൽ വല്ലാതെ സന്തോഷം. എനിക്ക് ഈ ചെടികൾ പൂവിനോടൊന്നും വലിയ താല്പര്യമുള്ള ഒരാളല്ല. പച്ചപ്പാണ്. ഇപ്പം നമ്മളിവിടെ പുഷ്പമിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും കംപ്ലീറ്റ് പച്ച ചെടികളാണ്. അപ്പം ഈ പൂ പിടിക്കുന്നത് ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷമാണ്. അപ്പോൾ സൗന്ദര്യം കൂടുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കുടിച്ചിട്ട് സൗന്ദര്യം കൂടുകയാണെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. എന്തായാലും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്ലാന്റാണ്. എല്ലാവരും ഒരു വീട്ടിൽ ഒരു മസ്റ്റായിട്ടും വെക്കേണ്ട പ്ലാന്റാണ് ശംഖുപുഷ്പം. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വെക്കുന്ന വീഡിയോസ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്ലാന്റൊക്കെ ഒന്ന് കണ്ടാലോ. ഞാൻ വെച്ചൊരു പൊസിഷൻ നല്ല സൺലൈറ്റ് അടിക്കുന്നിടത്ത് ആയതുകൊണ്ടാണ് അത്യാവശ്യം നല്ലത്. ഇത് വെച്ചിട്ട് 2 മാസമല്ല കേട്ടോ. ഇപ്പോൾ ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്ക് ഓവറായിട്ട് ഇത് പന്തളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഓവർ പൂവുണ്ടാകും. നമുക്ക് ആഴ്ച 2 പ്രാവശ്യമൊക്കെ തീയിട്ട് കുടിച്ചാൽ തന്നെ ശരീരത്തിനകത്തുള്ള വിഷാംശങ്ങളൊക്കെ പുറത്തുള്ള ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പ്ലാന്റുകളെ കാണുമ്പോൾ ശംഖുപുഷ്പം വെച്ചിരിക്കുന്നതാണ്. ഇവിടെ 4 വെച്ച് 4 പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ വളർച്ചയുടെ വ്യത്യാസം വരാൻ കാരണം സൺലൈറ്റ് അടിക്കാത്തത്. ഞാനിവിടെ പടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷേ അതിന് വലിയ ഗ്രോത്ത് ഇല്ല. പിന്നെ നമ്മൾ 2 വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നല്ല രീതിയിൽ സൺലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പൂ പിടിക്കും. പിന്നെ ഒന്നും വെച്ചിരിക്കുന്നത് അത്യാവശ്യം പിടിച്ചിട്ടുണ്ടെങ്കിൽ പൂ പിടിക്കാറാവില്ല. പ്ലാന്റിങ് ആവുന്നുണ്ട്, അത്യാവശ്യം വളരുന്നുണ്ട്. അത് ഫ്യൂച്ചറിൽ ഒരു മാസമാണ് പൂവിൻ്റെ സ്റ്റാർട്ടിങ് ആണ്. ഇതെല്ലാം സ്റ്റാർട്ടിങ് പൂവിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പോൾ 1 മാസത്തിനുള്ളിൽ പൂ പിടിക്കാറാവും. ഈ ഒരു പ്ലാന്റ് 2-3 പൂ പിടിച്ചിട്ടുണ്ടാകും. പക്ഷേ അത് ഉണങ്ങിപ്പോയി. അത് ഈ സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഏറ്റവും കൂടുതൽ പ്ലാന്റിൽ പൂ പിടിക്കുന്നത് ഇവിടെ ഇരിക്കുന്നത്. അതാണ് അവിടെ നല്ല സൺലൈറ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് പറിച്ചിട്ട് ബ്ലൂ ടീ ഇടുന്നതെന്ന് കാണിച്ചാലോ. എനിക്ക് സന്തോഷം. നിങ്ങളെ ഈ ഒരു വീഡിയോ പങ്കുവെക്കുമ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നതിന് സന്തോഷമുണ്ട്. അത് വീട്ടിൽ മസ്റ്റായിട്ട് ശംഖുപുഷ്പത്തിൽ തൈ ചെടികടയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും വാങ്ങിയത്. പിന്നെ ഫ്യൂച്ചറിൽ നമ്മളിത് ഇവിടെ ഓവറായി കഴിയുമ്പോൾ ഇതിൻ്റെ വിത്ത് വെച്ചാണ് ഇത് പിടിപ്പിക്കുന്നത്. ഞാൻ കുറച്ച് പേർക്ക് ഫ്രീ ആയിട്ട് കുറച്ച് തൈകൾ തന്നെയായിരിക്കും. എന്തായാലും അത് ഡിറ്റൻസ് ഇടാം. ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഇതിനെ ബ്ലൂ ടീ ഇടുന്നത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ആദ്യമേ നമുക്ക് ഈ പൂവുകൾ പറിക്കാം. അത്യാവശ്യം നല്ല ഇതൊക്കെ മുട്ടുകളാണ്. ഇതൊക്കെ നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് വിരിയത്തുള്ളൂ. ഇതൊക്കെ കൂടുതലും മറ്റുള്ള രാജ്യങ്ങളിലോട്ട് ഇതൊക്കെ ആവശ്യക്കാർ ഓവറായിട്ടുണ്ട്. നമുക്കിവിടെ വലിയ വിലയില്ലെങ്കിലും മറ്റുള്ള രാജ്യം നമ്മുടെ ചക്കക്കുരുവിൻ്റെ അവസ്ഥ നടക്കുന്നത്. ചക്കക്കുരുവിൽ ഗൾഫിലൊക്കെ ഞാൻ നിൽക്കുന്ന സമയത്ത് ലുലുമാളി ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും വിലയുള്ള ഒരു നട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ചക്കക്കുരുവാണ്. പക്ഷേ പീനട്ടിനോ അല്ലെങ്കിൽ ബദാമിനോ അല്ലെങ്കിൽ അനദർ ഒരു നട്ട്സിനും ഇല്ലാത്ത പ്രൈസ് എന്തുകൊണ്ട് അതിന്. അപ്പം മറ്റുള്ള രാജ്യക്കാർ അതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി വേണ്ട. എല്ലാ ബൂസ്റ്റ് കമ്പനിയും ഓർലിക്സ് ബിസ്ക്കറ്റ് കമ്പനിയും എല്ലാം ഉപയോഗിക്കുന്നത് ചക്കക്കുരുവിൻ്റെ ഇതാണ്. ഞാനത് പറയാൻ കാരണം അതുകൊണ്ടൊക്കെ തന്നെ ഏറ്റവും ഗുണമുള്ളൊരു സാധനമാണ്. പക്ഷെ ആരും ഇതിന് തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ എനിക്കിത് കുറച്ച് നാളായിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ ഒരു ആഗ്രഹം വെച്ച് പിടിക്കും. എന്തായാലും ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത് നമ്മൾ വെച്ച് പിടിപ്പിച്ച ഓൾറെഡി ഇപ്പം പിച്ചെടുത്തൊരു 6-7 പൂവുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു ബ്ലൂ ടീ ഇട്ടാലോ. വാ അപ്പോൾ കാണാം. വാ ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നു. നമുക്ക് ഇത് പറഞ്ഞു, ഞാൻ ചായയൊക്കെ എടുക്കുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് ടൈമാണ്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് നമുക്ക് സ്വല്പം ഒന്ന് തിളച്ചിട്ട് ഇടുന്നതായിരിക്കും ഇന്നൂടെ നല്ലത്. നമ്മൾ ഇത് കുടിച്ച് എന്നാലും ഞാനിപ്പോൾ ഒരു 5-6 മാസമായിട്ട് മധുരം വല്ലാതെ ഉപയോഗിക്കുന്നില്ല. അപ്പം ഡയറ്റ് ചെയ്യുന്നവർക്കും ഹെൽത്തിയായിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക, അസുഖങ്ങൾ കുറച്ച് മാറ്റാനൊക്കെ ബ്ലൂ ടീ നല്ലതാണ്. ബ്ലൂ ടീനെ കുറിച്ച് അറിയാവുന്നവരോട് കമൻ്റ് അയക്കുക. എനിക്ക് കുറച്ച് ഇൻഫർമേഷൻസേ അറിയാവുള്ളൂ. ഒരുപാട് സവിശേഷതകളുള്ള ഒരു സംഭവമാണ് ഈ ശംഖുപുഷ്പം. ഞാൻ ഈയിടയ്ക്ക് ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ അത് കണ്ടപ്പോൾ ഇതിൻ്റെ സൈറ്റിലൊക്കെ ഇരുന്ന് ഉണങ്ങിയ പൂവുകൾ ഭയങ്കര രീതിയിലാണ് മറ്റുള്ള രാജ്യങ്ങളോട് കയറ്റിവിടുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഡിമാൻഡ് എന്തുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ ആ മറ്റുള്ള രാജ്യങ്ങളിൽ ആൾക്കാർക്ക് ബോധവൽക്കരണം കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കിടക്കുന്നതുകൊണ്ട് നമുക്കതിനെ കുറിച്ച് വലിയ നോളജ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും ഒരു പ്ലാന്റെങ്കിലും വീട്ടിൽ വെച്ച് കൊടുക്കുക. നമ്മളവിടെ അത്യാവശ്യം ചെടി വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. നമുക്ക് നല്ല ബ്യൂട്ടി നമുക്ക് ബ്യൂട്ടി ഇട്ടിട്ടുണ്ട്. നല്ല വെട്ടിത്തിളയ്ക്കണം. വെട്ടിത്തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂ ടീ റെഡിയാവും. അപ്പോൾ ഈ ബ്ലൂ കളർ വരുമ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ കല്യാണ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്നത് കളർ ചേർത്താണോ
ഈ ശംഖുപുഷ്പം ചേർത്താണോ ഇന്നും അറിയാൻ പറ്റില്ല. കാരണം അവർ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് പ്രിസർവേറ്റീവ്സിൽ നാച്ചുറൽ പുഷ്പം ചേർക്കുന്നത്. ഇന്നറിയാം നമ്മുടെ ബ്ലൂ ടീയുടെ കളർ കാണുമ്പോൾ അറിയാം ഇത് കറക്റ്റ് സത്യാവസ്ഥ എന്നാണ്. അതൊന്നും ഒരു വൈഷ്ണവത എനിക്ക് അതും ഒരു ഇതുണ്ടായിരുന്നു. ഇങ്ങനെയെങ്കിലും അത് കണ്ടുപിടിക്കും. ഒന്നത് വയ്ക്കാവും. എല്ലായിടത്തിനൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന ബ്ലൂ ടീയിൽ കിട്ടുന്ന അതേ കളർ നമുക്കും കിട്ടുന്നുണ്ട്. അപ്പം കാരണം തിളയ്ക്കുന്നതിന് നല്ല രീതിയിൽ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ബ്ലൂ ആയിട്ട് ചുവന്ന് വെട്ടി തിളയ്ക്കട്ടെ. ഞാൻ ഇതിനകത്ത് പ്രത്യേകിച്ച് മധുരമൊന്നും ചേർത്തില്ല. അല്ലെങ്കിൽ ഷുഗർ ചേർത്ത് തേൻ ചേർത്ത് കുടിക്കാൻ, പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ ശർക്കര ചേർത്ത് കുടിക്കാം. ഞാനിത് എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ കുടിക്കുന്ന പൂവ് ഞാൻ തന്നെ ഇത് ഉണ്ടാക്കി ആഴ്ച 2 വർഷം. ഇപ്പോൾ ഞാൻ ഈ ഒരു ക്വാണ്ടിറ്റി 1 ഗ്ലാസ് വെള്ളം എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഗ്ലാസ് എടുക്കാം. ഇവിടെ ഇത് ഞാൻ നമ്മുടെ ബ്ലൂ ടീ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്ലാസ്സിനകത്ത് ഒഴിച്ചിട്ട് നോക്കാം കറക്റ്റ് കളർ എങ്ങനെ. നല്ല ചൂടുണ്ട്. സക്സസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു പറമ്പിൽ കിടന്ന ഒരു പാഴ്ചെടിയായിരുന്നു. പിന്നെ ഞാനത് എടുത്തുകൊണ്ട് വന്ന് 2 മാസമായിട്ട് അതിന് നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് കറക്റ്റ് ഞാൻ എൻ്റെ ഒരു കഷ്ടപ്പാടിൻ്റെ നല്ല ഏത് കാര്യത്തിലും നമ്മൾ അത്ര ഹാർഡ് വർക്കിങ് അത്രയും നമ്മൾ റിസൾട്ട്. ഇവിടെ ഇരിക്കുന്ന ഒരു 200 ടൈപ്പ് പ്ലാൻ ഉണ്ട്. അതെല്ലാം ഞാൻ ഉണക്ക സമയത്ത് ഭയങ്കര 2 പ്രാവശ്യം വെള്ളമൊക്കെ ഒഴിച്ചാൽ. പിന്നെ വീട്ടിൽ സപ്പോർട്ടാണെങ്കിൽ അവർക്കൊരു പരിമിതിയുണ്ട്. ഇതിലൊക്കെ ചെയ്ത് റെഡിയായിട്ടുണ്ട്. ഇതെന്താ പ്രത്യേകിച്ച് ടേസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയില്ല. കാരണം ടേസ്റ്റായിട്ടും വലിയ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇതിന് ഒരുപാട് ഗുണങ്ങൾ ആ പൂവിൻ്റെ സത്തുകൾ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഈ കസേര നമ്മുടെ എൻ്റെ കസേരയാണ്. ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഫീൽ ഉള്ള പറയില്ല. ഞാൻ ചുമ്മാ പൊങ്ങച്ചം പറയല്ല. നമ്മൾ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ തന്നെ അതിനകത്ത് പോയിട്ട് നമ്മൾ ഉണ്ടാക്കി കുടിക്കുന്നതിന്. പക്ഷേ ഞാൻ മധുരമൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഇതിനകത്ത് വേണമെങ്കിൽ ഓരോ ആൾക്കാർ ലെമൺ ചേർക്കും, ജിഞ്ചർ ചേർക്കും, ഇതിനെ ചേർക്കും. നിങ്ങൾക്ക് എങ്ങനെ ഫ്ലേവർ വേണേൽ ആഡ് ചെയ്യാം. പിന്നെ മധുരം ചേർക്കുന്നതിനായിട്ട് എനിക്ക് ഓരോരുത്തരും ആഗ്രഹങ്ങളായിരിക്കും. ഈ മധുരം ഞാനിപ്പോൾ ഒരുപാട് ഉപയോഗിക്കുന്നില്ല. എത്രമാത്രം മധുരം ചേർത്തായിരിക്കുന്നു കുറേ വർഷം നമുക്ക് അതിൽ ജീവിച്ചിരിക്കാൻ പറ്റുമെന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ 1 വർഷത്തിനടുത്തായി മധുരം യൂസ് ചെയ്യാൻ. എന്നാൽ ഫ്രൂട്ട്സിനകത്തുള്ള മധുരങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല. ആർട്ടിഫിഷ്യലായിട്ടുള്ള പഞ്ചസാര വെച്ചിട്ട് കുറച്ചിരിക്കും. അപ്പോൾ നമ്മുടെ ബ്ലൂ ടീ ഇതായതുണ്ടല്ലേ കറക്റ്റ് മണ്ണെണ്ണയുടെ ഒരു കളറ് ഉള്ള സാധനമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വീട്ടിൽ ഇത് വെച്ച് പിടിപ്പിച്ചിട്ട് ഇത് ഉണ്ടാക്കി കുടിക്കുക. അതിൻ്റെ ഫീൽ ഞാൻ പറയുന്നതല്ല, വല്ലാത്തൊരു ഫീലാണ്. അപ്പം നമുക്കിതൊന്ന് കുടിക്കാം. ഇത് പ്രത്യേകിച്ച് ഫ്ലേവറായിട്ടൊന്നും തോന്നുന്നില്ല. എന്നാൽ ഇതിന് ഹെൽത്തായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്നവർ കമൻറ്റിനകത്ത് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നന്ദി.